അപ്പോസ്തലനായ പൗലോസിന്റെ ചോദ്യമാണ്. ഒരു ചോദ്യചിഹ്നം കൂടെ കൊടുത്തിട്ടുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ വർത്തമാന കാലഘട്ടത്തിലേക്ക്, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക്, നമ്മളിലേക്ക് ഈ വാക്യം നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ ദൈവം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ യെശയ്യാവിന്റെ പുസ്തകമൊക്കെ വായിച്ചു വരുമ്പോൾ ആ അശൂരിന്റെ അഹങ്കാരവും, അശൂര് കളിച്ച് അവസാനം യഹൂദക്കെതിരെ ചെന്നതും, യഹൂദക്കെതിരെ അവൻ തിരിഞ്ഞപ്പോൾ ദൈവം അവനോട് ചെയ്തതൊക്കെ എത്ര രാഷ്ട്രങ്ങളെയും രാഷ്ട്ര നേതാക്കന്മാരെയൊക്കെ മനോഹരമായിട്ടാണ് ദൈവം ഉപയോഗിക്കുന്നത്. അത് യെശയ്യാവിന്റെ പുസ്തകം വളരെ ഭംഗിയായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. സൻഹരീബ് കൊല്ലപ്പെടുന്നത് അവന്റെ ക്ഷേത്രത്തിൽ അവന്റെ രാജ്യത്തിന്റെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവന്റെ സ്വന്തം മക്കൾ പിറകിലൂടെ വന്നവനെ കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്, അശൂരിന്റെ രാഷ്ട്രത്തലവനെ. അപ്പൊ ഇതൊക്കെ അതിന്റെ ചരിത്രങ്ങളൊക്കെ വള്ളിപൊള്ളി തെറ്റാതെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുമ്പോൾ ഈ ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ, രാഷ്ട്രങ്ങളെ എല്ലാം ദൈവം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഉള്ളിൽ തരുന്ന ധൈര്യം വലുതാണ്. ഇവിടെ ചോദിക്കുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? അപ്പോൾ ക്രിസ്തുവിൽ വെളിപ്പെട്ട സ്നേഹം ആരുടേതാണ്? 39-ാമത്തെ വാക്യം വായിച്ചു. ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ടത് ദൈവത്തിന്റെ സ്നേഹമാണ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹം അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്താനായിട്ട് ഉപയോഗിച്ച പാത്രം യേശു ക്രിസ്തുവാണ്. അതിന്റെ പൂർണ്ണത വെളിപ്പെടുന്നത് ക്രൂശിലാണ്, ദൈവത്തിന്റെ മരണത്തിലാണ്. ഇതിന് മറ്റൊരു ഭാഗം കൂടിയുണ്ട്. ഈ വർത്തമാന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സ്നേഹം സമൂഹത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നെയും നിങ്ങളെയുമാണ്. മനസ്സിലായോ? അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം ആരെയും വിശ്വാസമല്ല. നമ്മുടെ സഭയുടെ ഉള്ളിലാണെങ്കിലൊക്കെ തന്നെ മനുഷ്യന്റെ ഉള്ളിൽ കടന്നുകൂടിക്കുന്ന ചിന്തകളൊക്കെ ഭീകരമാണ്. എന്റെ ആത്മീയതയ്ക്കെതിരാണ് അദ്ദേഹം. എന്റെ കൂടെ ഇരുന്ന് ഒരു അപ്പത്തിൽ നിന്നും ഒരു പാത്രത്തിൽ നിന്നും വീഞ്ഞ് കഴിക്കുന്നവർ പോലും കൂടെ ഇരിക്കുന്ന സഹോദരനെ എന്റെ ഉയർച്ചയ്ക്കും എന്റെ നന്മയ്ക്കും തടസ്സമാണെന്ന് ചിന്തിക്കത്തക്ക നിലയിൽ മനുഷ്യന്റെ ചിന്തകളെ പിശാച് സ്വാധീനിച്ചിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്ന എല്ലാറ്റിൽ നിന്നും ജയിക്കണം. എങ്ങനെ ജയിക്കണം? ഈ ഭാഗത്ത് തന്നെ പൗലോസിന്റെ അനുഭവം പറയുന്നുണ്ട്. കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ. അത് പൗലോസും ആ കാലഘട്ടത്തിലെ ദൈവമക്കൾ നേരിട്ട പ്രശ്നങ്ങളാണ്. പക്ഷേ നമ്മൾ നേരിടുന്നത് ഈ പ്രശ്നങ്ങളൊന്നുമല്ല. നമ്മൾ നേരിടുന്നത് ആത്മീക ഗോളത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ലോക മനുഷ്യനേക്കാൾ ഇന്ന് ദൈവമക്കൾ പ്രശ്നങ്ങൾ നേരിടുന്നത് ആത്മീക ലോകത്തിന്റെ ഉള്ളിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം ഒരു മുറ്റത്തെ കൺവെൻഷൻ ഒരു മാന്യദേഹം പ്രസംഗിച്ചു. ആ പ്രസംഗം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ കൈയില്ലാത്തവൻ കൈ വെച്ച് കെട്ടി വന്ന് തല്ലും. ആ നിലയിലുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ബൈബിൾ എന്താ പറയുന്നത്? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുതെന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുമ്പോൾ മറ്റു മതങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ വളരെ മോശം ഭാഷയിൽ വിമർശിക്കുക. അപ്പൊ നമ്മളുടെ ഉള്ളിൽ, നമ്മുടെ സമൂഹത്തിന്റെ ഉള്ളിലാണ് പ്രശ്നങ്ങൾ, നമ്മളെ ദുർബലമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുള്ളത്. പക്ഷേ പൗലോസ് ഇവിടെ മറ്റൊരു കാര്യം നമ്മോട് പറയുകയാണ്. 37-ാമത്തെ വാക്യം വായിച്ച്. പ്രിയമുള്ളവരെ, പൗലോസ് റോമിലെ ദൈവമക്കളോട് പറയും, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ, ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന സകലത്തിന്റെ മേലും പൂർണ്ണ ജയം പ്രാപിക്കും. അപ്പോൾ
ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ അകറ്റാൻ ശ്രമിക്കുന്ന സകലത്തിൽ നിന്നും നമുക്ക് എങ്ങനെ ജയമുള്ളൂ? യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ ജയമുള്ളൂ. അതൊന്ന് വിശദീകരിച്ച് ചിന്തിച്ചാലും യേശു ക്രിസ്തു പിശാചിനെ കുറിച്ച് പറഞ്ഞതിനേക്കാൾ വലുതായിട്ട് ആർക്കും പറയാനില്ല. യേശു പറഞ്ഞു, അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാണ്. പിശാചിന് ചിറകുണ്ടോ, കൊമ്പുണ്ടോ, നീണ്ട പല്ലുണ്ടോ എന്ന് യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞു, അവൻ ഭോഷ്ക് പറയുന്നവനാണ്. അപ്പോൾ ഞാനും നിങ്ങളും കേൾക്കുന്ന വാക്കുകളുടെ പിന്നിൽ ഭോഷ്കിന്റെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചോണം. നമ്മൾ കേൾക്കുന്ന പ്രസംഗത്തിന്റെ പിറകിൽ, നമ്മൾ കേൾക്കുന്ന ദൂതുകളുടെ പിറകിൽ, നമ്മൾ കേൾക്കുന്ന ആലോചനകളുടെ പിറകിൽ വ്യാപരിക്കുന്ന ആത്മാവിനെ നമ്മൾ വിവേചിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്തോത്രം. പൗലോസ് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു? നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം എന്റെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ, പിശാചിന്റെ പ്രവൃത്തികളെ അടിച്ച യേശു ക്രിസ്തുവിൽ കൂടെ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള യേശു ക്രിസ്തുവിൽ കൂടെ, അഥവാ കർത്താവിന്റെ ഉപദേശത്തിലൂടെ ആമേൻ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുന്ന സകലത്തിന്റെ മേലും ജയം പ്രാപിക്കും. ആമേൻ. നമ്മുടെ കർത്താവ് എങ്ങനെയാ പിശാചിനെ ജയിച്ചത്? യേശുവിനെ പിശാച് പ്രലോഭിപ്പിച്ചപ്പോൾ യേശു ദൈവവചനത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അവിടെ യേശു അസ്വസ്ഥനാകുന്നില്ല, യേശു ദുർബലനാകുന്നില്ല. നീങ്ങിപ്പോകാത്ത ദൈവത്തിന്റെ വചനം എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് യേശു പറഞ്ഞു. അതിനുശേഷം യേശു മൗനമാണ്. യേശു ആ നിലപാടിൽ ഉറച്ചിരിക്കുകയാണ്. ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. അത്രയും പറഞ്ഞ് കർത്താവ് തന്റെ നിലപാട് വ്യക്തമാക്കി. പിന്നെ നമ്മൾ അസ്വസ്ഥനാകുന്ന, അതിനോട് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്ന, പരിഭ്രാന്തനാകുന്ന ഒരു യേശുവിനെ നമ്മൾ അവിടെ കാണുന്നില്ല. യേശു അസ്വസ്ഥനല്ലായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മളെ വേർപിരിക്കാൻ ശ്രമിക്കുന്ന സകലത്തെയും നമ്മൾ ആക്രമിച്ച് ക്രിസ്തുവിലൂടെ പ്രാർത്ഥനയിൽ ആക്രമിച്ച് കീഴടക്കണം. സ്തോത്രം. എന്താണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും വേർപിരിക്കാനുള്ള കാരണം? അപ്പോൾ പിശാച് ഈ നിലകളിൽ, പല നിലകളിൽ നമ്മളോട് പോരാടാനുള്ള കാരണം എന്താണ്? അപ്പോൾ അത് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു മേഖലയുണ്ട്. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 21-22 വാക്യങ്ങളൊന്ന് വായിച്ചേ. ബൈബിളിലെ മനോഹരമായ പൗലോസിന്റെ വെളിപ്പെടുത്തൽ നമുക്ക് ആ തിരുവെഴുത്തിൽ കാണാം. വായിച്ചേ. നമ്മളെ കുറിച്ച് പറയുകയാണ് കേട്ടോ. മുൻപേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് ദൈവത്തോടകന്നവരും ദൈവത്തോട് ശത്രുക്കളുമായിരുന്ന നമ്മെ, ആ തിരുവെഴുത്തം ഈ കാലത്തേക്ക് വരുമ്പോൾ നമ്മളെ കാണുകയാ ബൈബിളിനകത്ത്. മനസ്സുകൊണ്ട് ശത്രുക്കൾ, ദൈവത്തോട് മനസ്സുകൊണ്ട് അകന്ന ശത്രുക്കളായിരുന്ന എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് യേശു ഇപ്പോൾ, പ്രിയമുള്ളവരെ, യേശു ക്രൂശിൽ മരിച്ചത് എന്തിനു വേണ്ടിയാ? അതിന്റെ ഉള്ളടക്കം പൗലോസ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. എന്റെയും നിങ്ങളുടെയും ഭൂതകാലം, കൃപയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും ആരായിരുന്നു? കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവത്തിന്റെ സ്നേഹം ക്രൂശിൽ വെളിപ്പെട്ടപ്പോൾ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണ്? നമ്മെ 22 നമ്മെ ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തുക എന്നുള്ളതാണ് ദൈവസ്നേഹത്തിന്റെ ഉള്ളടക്കം. ഇത് മനസ്സിലാകുമ്പോഴാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിന്റെ പ്രസക്തി. ദൈവസ്നേഹത്തിന്റെ ഉള്ളടക്കം എന്താ? എന്നെയും നിങ്ങളെയും ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തുക. അപ്പോൾ ഈ ദൈവഹിതത്തോട് ചേർന്ന് യാത്ര ചെയ്യണം. അതിനെയാണ് ബൈബിൾ ക്രിസ്തീയ ജീവിതം എന്ന് വിളിക്കുന്നത്. ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. യൂദാ എഴുതിയ ലേഖനം 24-25 വാക്യങ്ങൾ വായിച്ച് വീഴാതെ വണ്ണം
നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധി കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിനു മുമ്പേ ഇപ്പോഴും സദാകാലത്തോടും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ഈ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തൻ പറയുകയാണ്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു. അപ്പോൾ ദൈവകൃപയിൽ നിന്ന്, ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്തിൽ നിന്ന് വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവം അതിനെ കരുതണം. നമ്മൾ അസ്വസ്ഥനാകേണ്ട. വീഴിക്കുവാൻ ശത്രു ശ്രമിക്കും, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും വേർപെടുത്തുവാൻ ശത്രു ശ്രമിക്കും. പക്ഷേ വിളിച്ച ദൈവത്തിന്റെ പ്രത്യേകത എന്താ? വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. അടുത്തത്, തന്റെ മഹിമാ സന്നിധിയിൽ രജസ്കരിക്കപ്പെട്ടവനായ കർത്താവ്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള, മാറത്ത് പൊൻകച്ച കെട്ടിയ, ഉലയിൽ ചുട്ടുപടുത്ത വെള്ളോട്ടിന് സദൃശമായ കാലുകളുള്ള തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി സന്തോഷത്തോടെ ഹല്ലേലൂയ നിർത്തുവാൻ ദൈവം ശക്തനാണ്. ആ ദൈവത്തിന്റെ കൃപയിൽ ഞാനും നിങ്ങളും സുരക്ഷിതരാണ്. ആ കർത്താവിന്റെ കൃപയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട്, ദൈവത്തിന്റെ പദ്ധതികൾക്ക് വിധേയപ്പെട്ടുകൊണ്ട്, ദൈവത്തിന്റെ നമ്മളെ കുറിച്ചുള്ള കാര്യപരിപാടി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം നാം മുൻപോട്ട് നയിക്കുമ്പോൾ നമ്മുടെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ആ ശ്രേഷ്ഠമായ നിലയിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ നയിക്കട്ടെ. പ്രാർത്ഥനയിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്ന പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കും.